ഗഗന സദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഹൃദ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. ശ്രീപത്മനാഭ പ്രഭോ വന്ദേ ശ്രീധരി പാർവതി പ്രിയസുതം ആചാര്യതേ മംഗളം വന്ദേ ഭാരത കേസരീന്ദ്ര സുമതേ കാരുണ്യവാരാന്വിതേ വന്ദേ ഹൃത്തട പദ്മമധ്യസുലസ ആചാര്യ തുഭ്യം നമഃ. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഞാൻ രണ്ട് കാര്യങ്ങൾ സൂചിപ്പിച്ചു പോകട്ടെ. NSS UKയുടെ ജനറൽ സെക്രട്ടറി ആയിട്ട് കഴിഞ്ഞ 2 വർഷം പ്രവർത്തിക്കാൻ കഴിഞ്ഞതിൽ ഞാൻ അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു. ആദ്യ വർഷം ഞാൻ സെക്രട്ടറി ആയിരുന്നപ്പോൾ എനിക്ക് അത്ര വലിയ മുൻ പരിചയമൊന്നും ഉണ്ടായിരുന്നില്ല. നാട്ടിലെ NSSന്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ അറിയായിരുന്നുള്ളൂ. സീനിയർ ആയിട്ടുള്ള അംഗങ്ങളുടെ നിർദ്ദേശവും സപ്പോർട്ടും മൂലം കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഭംഗിയായി ഇപ്രാവശ്യം ചെയ്യാൻ പറ്റിയെന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ ചേർന്ന സമയത്ത് പ്രസിഡന്റ് ആയിരുന്ന വേണിച്ചേട്ടൻ മിക്ക ദിവസങ്ങളിൽ എന്നെ വിളിക്കും, ഇന്നത് ചെയ്യാനുണ്ട് വിനു, മറ്റേ കമ്പനി ഹൗസിന്റെ അഡ്രസ്, അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് വിളിക്കുമായിരുന്നു. പിന്നെ രാധാകൃഷ്ണൻ ചേട്ടനാണെങ്കിലും ആരെങ്കിലും നമ്മളെ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ഗ്രൂപ്പിൽ മെസ്സേജിലൊക്കെ ഇടാനായിട്ടൊക്കെ ആദ്യം എനിക്ക് ഭയങ്കര ഒരു റിലക്റ്റൻസി ഉണ്ടായിരുന്നത്, എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും എന്നതിനെ കുറിച്ചൊക്കെ ഒരു ആശങ്കയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആസ് എ ടൈം പ്രോഗ്രസ് എനിക്ക് അങ്ങനെ ഒരു ചെയ്യുന്നതിൽ ഒരു സാറ്റിസ്ഫാക്ഷൻ, ഒരു ത്രില്ലും ഞാൻ അതിലൂടെ കണ്ടെത്തുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ പറഞ്ഞു വന്ന ഇപ്പൊ ആദ്യത്തെ വർഷത്തേനേക്കാൾ രണ്ടാമത്തെ വർഷം ഞാൻ പറഞ്ഞു ഇത്തിരി കൂടെ നന്നായിട്ട് എനിക്ക് ചെയ്യാൻ സാധിച്ചു എന്ന്. പക്ഷെ അത് വിലയിരുത്തേണ്ടത് നിങ്ങൾ എല്ലാവരും തന്നെയാണ്. അത് നിങ്ങൾക്ക് ഞാൻ വിട്ടുതരുന്നു. ആദ്യ വർഷം സെക്രട്ടറി ആയി ചുമതലയേൽക്കേണ്ടതെന്ന് വളരെ സർപ്രൈസോടുകൂടി തന്നെയാണ്. ഞാൻ നാട്ടിൽ ഹോളിഡേയ്സിന് പോയപ്പോൾ എനിക്കൊരു കോൾ വന്നു ഒരു സീനിയർ മെമ്പറിന്റെ. ഇങ്ങനെയായിരുന്നു പറഞ്ഞ, ഹരീഷിനെ ഇപ്രാവശ്യത്തെ സെക്രട്ടറി ആയി ചുമതല ഏൽപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ട് വളരെ സർപ്രൈസ് ആയിരുന്നു. പക്ഷെ ഞാൻ നോ എന്ന് പറഞ്ഞില്ല, പക്ഷെ വളരെ സന്തോഷത്തോടെ തന്നെ അത് ഏറ്റെടുത്തു. അതിനുശേഷം ആക്ച്വലി എൻ്റെ ലൈഫിൽ വളരെ ഒരു ലൈഫ് ചേഞ്ചിങ് ഇവന്റ് ആയിരുന്നു. അതിനുശേഷം സെക്രട്ടറി ആയിട്ട് ഞാൻ ആ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തതിന് ശേഷം എനിക്ക് വളരെയധികം കാര്യങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു. മെയിനായിട്ട് നിങ്ങളെല്ലാവരെയും പരിചയപ്പെടാൻ പറ്റുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത്. അതിനപ്പുറം ഞങ്ങളുടെ എക്സ്കോം മെമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഒരു ഒറ്റക്കെട്ടായിരുന്നു ഇത്ര നാളും. നിങ്ങൾക്ക് കണ്ടറിയാം NSSന്റെ ആ ഒരു ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്പൈക്ക് ഇൻ 2023. ആൾക്കാരുടെ നമ്പറിലെ എണ്ണം കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഓർമ്മയുണ്ട്, AGM-ല് ആൾക്കാർ വന്ന ആൾക്കാരുടെ എണ്ണം ഇപ്പോഴത്തെ ഇത്രയും ആൾക്കാരുടെ വർധന. അങ്ങനെ എക്സ്കോം മെമ്പേഴ്സിന്റെ ഒരു ഒത്തൊരുമയോടുള്ള പ്രവർത്തനം ആക്ച്വലി നമ്മുടെ ഈ സംഘടനയുടെ ഒരു വളരെ വലിയൊരു വിജയമായിട്ട് ഞാൻ കരുതുന്നു. അതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇനിയുള്ള എക്സ്കോമിലും വളരെ സിൻസിയർ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ
നമ്മുടെ സംഘടന ഇനിയും വളർച്ച ഉണ്ടാവുകയുള്ളൂ. അപ്പൊ അതിനായിട്ട് ഞാൻ എല്ലാവരുടെയും വളരെ സിൻസിയർ ആയിട്ടുള്ള റിക്വസ്റ്റ് ആണ്, നമുക്ക് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകണം. ഈ ടെമ്പോ തന്നെ നമുക്ക് മുമ്പിലേക്ക്, ഈ ടെമ്പോയിൽ തന്നെ നമ്മൾ മുമ്പിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കൂടുതൽ മെമ്പേഴ്സ് വരികയുള്ളൂ, നമുക്ക് പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പൊ നിങ്ങൾ എല്ലാവരും എക്സ്കോമിനെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ എന്റെ കർത്തവ്യത്തിലേക്ക് കടക്കാം. ആദ്യമായി സ്വാഗതം ആശംസിക്കാനുള്ളത് നമ്മുടെ അധ്യക്ഷൻ ഡോക്ടർ കൃഷ്ണൻ ബാബുരാജ് അവർക്കാണ്. അദ്ദേഹത്തെ NSS UK പേരിലും നിങ്ങളുടെ പേരിലും ഞാൻ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊള്ളു. അടുത്തതായി എന്റെ പ്രവർത്തകരായി പ്രവർത്തിച്ച എക്സ്കോം മെമ്പേഴ്സ് മിസ്റ്റർ വേണുഗോപാൽ നായർ, വൈസ് പ്രസിഡന്റ്, മിസ്റ്റർ ജയകുമാർ നായർ, മെമ്പർഷിപ്പ് സെക്രട്ടറി, മിസ്റ്റർ രാധാകൃഷ്ണൻ നായർ, എക്സ്കോം മെമ്പർ, മിസ്റ്റർ വിജയൻ പിള്ളൈ, എക്സ്കോം മെമ്പർ, മിസ്റ്റർ ശ്രീകുമാർ കുറുപ്പ്, ലീഗൽ സെക്രട്ടറി, മിസസ് മീര നായർ, ട്രഷറർ, മിസസ് ജീന നായർ, ജോയിന്റ് സെക്രട്ടറി, ആൻഡ് മിസസ് ലക്ഷ്മി നായർ, കൾച്ചറൽ സെക്രട്ടറി, ഇവരെല്ലാവരും ഞാൻ പ്രത്യേകം സ്വാഗതം ആശംസിച്ചു കൊള്ളട്ടെ. അടുത്തായി ഇവിടെ എത്തിയിരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ പേരിലും NSS UK പേരിൽ ഹാർദവമായ സ്വാഗതം ആശംസിച്ചു കൊള്ളുന്നു. ഇനി ഞാൻ അധ്യക്ഷന് മൈക്ക് കൈമാറുകയാണ് അധ്യക്ഷ പ്രസംഗത്തിനാണ്. ഇന്നത്തെ പ്രസംഗത്തിനുള്ള ഒരു തയ്യാറെടുപ്പല്ല, ഞാൻ വന്ന് കയറിയേ ഉള്ളൂ. ഇത് രാവിലെ ജോലിയിലായിരുന്നു. ഹരീഷ് പറഞ്ഞു കഴിഞ്ഞ കൊല്ലം നമ്മളെന്തോ സ്പൈക്കൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. കറക്റ്റാണ്, നമുക്കൊരു സ്പൈക്ക് ഉണ്ടായിരുന്നു. ഞാൻ NSSനെ കുറിച്ച് അധികം പറയേണ്ട ആവശ്യമില്ല, പക്ഷെ എല്ലാവരുടെ കൂടുതൽ അനുസരിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാനൊരു പൊതുവെ പറഞ്ഞൊരു പുതിയ പുതുമുഖമാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട്. NSSനെ കുറിച്ചും പറയേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പറയാൻ പോകുന്നത് NSS UK കുറിച്ചാണ്. അപ്പോൾ നമുക്ക് ഒരു മനസ്സിലാക്കേണ്ട കാര്യം NSSഉം NSS UKയും രണ്ട് അസോസിയേഷൻസ് ആണ്. നാട്ടിലെ NSS എങ്ങനെയാണ് ആയിരിക്കരുത് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനം നമ്മൾ അവലോകനിച്ചിട്ടുണ്ടായിരുന്നു. NSS UK ടോട്ടലി ഡിഫറെന്റ് ഓർഗനൈസേഷൻ. കഴിഞ്ഞ ഒരു കൊല്ലം നമ്മൾ മൈൽ സ്റ്റോൺ അല്ലെങ്കിൽ നാഴികക്കല്ല് എന്ന് വേണമെങ്കിൽ പറയാം. എന്ന് വെച്ചാൽ 10 കൊല്ലം ഒരു ഏതൊരു സംഘടനയും 10 കൊല്ലം ഒരു കുട്ടിയെ തന്നെ 10 വയസ്സായി കഴിഞ്ഞാൽ അതിൻ്റെ ഒരു മൈൽ സ്റ്റോൺ ഇൻ ഡെവലപ്മെന്റ് എന്നുള്ളതാണ്. ഭാവി എന്തായിരിക്കണം എന്നൊക്കെ ഉള്ളത് ആ ഒരു 10 കൊല്ലത്തെ ആ ഒരു മൈൽ സ്റ്റോൺ വെച്ച് നമുക്ക് അസസ് ചെയ്യാൻ നോക്കും. ഈ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ നമുക്ക് അങ്ങനെ അസസ് ചെയ്യാൻ ഒക്കുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഒക്കുമെന്ന്. പക്ഷേ ഹരീഷ് പറഞ്ഞ കുറെ പുതിയ സംഭവങ്ങൾ നടന്നു. നമുക്കൊരു ആനുവൽ ഡേ നടന്നു, നമുക്കൊരു വലിയ ചീഫ് ഗസ്റ്റ് വന്നു, നമുക്കൊരു 350 പേരുടെ ഒരു ഫംഗ്ഷൻ നമ്മൾ ചെയ്തു. ഇപ്പം മെമ്പർഷിപ്പിന്റെ നമ്പേഴ്സ് മൂന്നാല് പേരൊക്കെയായിട്ട് വർദ്ധിച്ചു. അങ്ങനെ കുറെ ഒരു കാര്യങ്ങൾ നമുക്കൊരു പോസ്റ്റ് ആയിട്ട് വേണമെങ്കിൽ പറയാം, നമുക്ക് ഇത്രയൊക്കെ ചെയ്തു എന്ന് കാണിക്കാം. പക്ഷേ നമ്മളൊരു സംഘടന എന്ന നിലയിൽ നമ്മൾ 10 കൊല്ലത്തിൽ കഴിഞ്ഞ ഒരു കൊല്ലത്തിൽ നമ്മൾ 10 കൊല്ലത്തെ കാര്യം വിടും. നമ്മൾ എനിക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. കഴിഞ്ഞ ഒരു 12 മാസത്തിൽ നമുക്ക് സംഘടന നിലയിൽ അഭിമാനിക്കാവുന്ന നിമിഷം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും ഉണ്ട്. നമ്മൾ ആനുവൽ റിപ്പോർട്ട് കണ്ടിട്ട് നമ്മൾ തീർച്ചയായും. പക്ഷെ അത് മാത്രം പോരാ, നമുക്ക് കുറെ കാര്യങ്ങൾ നമ്മളിപ്പോഴും പിന്നോട്ടാണ്. നമ്മളെ ഒരു അസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലണ്ടനിലെ നായന്മാർക്ക് വേണ്ടി നമ്മളൊരു ക്ലബ്ബല്ല ഇത്. നമുക്ക് വേണ്ടി വളർത്തുകൂടെ കൂടി നമുക്കൊന്ന് ബിരിയാണി കഴിച്ചിട്ട് പോകാനായിട്ടുള്ള ഒരു ക്ലബ്ബല്ല ഇത്. ഇത് സെക്കൻഡ് ജനറേഷനും ഇതൊരു ലോഞ്ചിറ്റിവിറ്റി വേണമെങ്കിൽ നമുക്ക് അടുത്തൊരു തലമുറയ്ക്ക് ഇത് കൈമാറണം. നമ്മുടെ ദീപശിക നമ്മുടെ ബാൻഡിൽ അവർ കൈമാറണമെങ്കിൽ അവർ ഇൻവോൾവ് ആയിരിക്കണം. നമുക്കറിയാം എത്ര നോക്കി കഴിഞ്ഞാൽ അറിയാം എത്ര യൂത്ത് ഇവിടെ നിന്നുണ്ട് ഉണ്ടെന്നുള്ളത് വേറെ എണ്ണാവുന്ന ആൾക്കാരുള്ളൂ. അതൊരു സംഘടനയ്ക്കും നല്ലതല്ല. നമുക്കിത് മുന്നോട്ട് പോകണമെങ്കിൽ വി നീഡ് ഫാമിലി ടു ബി ഇൻവോൾവ്ഡ്, നോട്ട് NSS men or NSS women. അതുകൊണ്ട് എല്ലായിടത്തും അഭ്യർത്ഥനയാണ്, എല്ലാ ഫംഗ്ഷനും കം വിത്ത് ഫാമിലി. നമ്മൾ ഫാമിലി AGM ആൻഡ് ഫാമിലി ഡേ എന്ന് പറയുന്ന അനൗൺസ് ചെയ്ത് നമ്മൾ പിള്ളേർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെട്ട് അവർക്കൊരു ഫ്രണ്ട്ഷിപ്പ് സർക്കിൾ ഉണ്ടായാലേ അവർ അടുത്തൊരു ഫംഗ്ഷൻ വരത്തുള്ളൂ. ഇപ്പൊ ഒരു 10 വയസ്സുള്ള കുട്ടിയെടുത്ത് നീ NSS വരുമെന്ന് ചോദിച്ചാൽ ഞാൻ വന്ന് ഇന്ത്യയെന്ന് ചോദിക്കുക. എന്നാൽ അവന്റെ ഫ്രണ്ട്സ് കൊണ്ട് അറിയാമെങ്കിൽ അവൻ നെക്സ്റ്റ് ഫംഗ്ഷനിലേക്ക് വിൽക്കാം. ഈ ലുക്കിംഗ് ഫോർവേഡ് ടു ദാറ്റ് മീറ്റിംഗ് ഓഫ് ഫ്രണ്ട്സ്. അപ്പൊ ഒരു യൂത്ത് ഗ്രൂപ്പ് നമുക്ക് വേണം.
നമ്മുടെ അതിനകത്ത് കഴിഞ്ഞ ഒരു കൊല്ലത്ത് നമ്മൾക്ക് പ്രത്യേകിച്ച് ഒരു അഭിമാനിക്കാവുന്ന രീതിയിൽ നമുക്ക് പറയാൻ പറ്റില്ല. വി നീഡ് ടു ഫൈൻഡ് എ സൊല്യൂഷൻ ടു ദാറ്റ്. അപ്പൊ ആർക്കെങ്കിലും ഇതിലിരിക്കുന്നതിൽ ഇതിനെ യൂത്ത് ഡെവലപ്മെന്റ് അല്ലെങ്കിൽ സെക്കൻഡ് ജനറേഷനെ ഒന്ന് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസ് കൊണ്ടുവരാക്കുമെങ്കിൽ പ്ലീസ് കോൺടാക്ട് us. NSS സ്റ്റാൻഡ് ഫോർ. ഈ മെസ്സേജ് നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കും, നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ വന്നതാണ്. അപ്പം നമ്മൾ അന്ന് പറഞ്ഞിരുന്നു, കുറെ പേര് സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചിരുന്നു, കുറെ പേര് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്ന് പറഞ്ഞിരുന്നു. അപ്പം നമ്മൾ പറഞ്ഞിരുന്നു നമുക്ക് AGM-ൽ ഇതിനെക്കുറിച്ച് സംസാരിക്കാന്ന് പറഞ്ഞു. അപ്പൊ അതിനെക്കുറിച്ച് ഒന്ന് ചുരുക്കി എന്ന് പറഞ്ഞോട്ടെ. So we need to understand what is the objective of NSS UK and what the new initiative which we can do. Again, these are the proposals from the current EXCOM to the new EXCOM. So ഒരു വലിയൊരു സബ്ജക്റ്റ് ആണ്, ഞാനൊന്ന് ചുരുക്കി പറഞ്ഞോട്ടെ. NSS or നായേഴ്സ് ഇൻ കേരള, നമ്മുടെ ഒരു ഹിസ്റ്ററി തുടങ്ങുന്നത് നമുക്കതിൽ നമ്മുടെ ബുക്സിലൊക്കെ നായറിനെ കുറിച്ച് പരാമർശിക്കുന്നത് 2-ാം നൂറ്റാണ്ട് തൊട്ടിട്ട് ആണ് നായറിനെ കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ആ സമയത്ത് കേരളം ഭരിച്ചിരുന്ന ചേര സാമ്രാജ്യം, അവരുടെ കാലഘട്ടം തൊട്ടിട്ട് നായരെ കുറിച്ച് പറയുന്നുണ്ട്. അതിനുശേഷം ഈ നായേഴ്സ് നമ്മുടെ നാട്ടിലെ ചെറിയ ചെറിയ രാജ്യങ്ങളിലെ ഭരണാധികാര അധികാരികളായി. അപ്പൊ അങ്ങനെ നായേഴ്സ് നോട്ട് ഓൺലി വാരിയേഴ്സ്, അവർ ഭരണകർത്താക്കളും കൂടെ ആയിരുന്നു. they were the kings or they were the kshatriyas. നമുക്ക് അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഈ 1200-കളിൽ ചേരന്മാരും പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നാട്ടുരാജ്യത്തിന്റെ ഭരണാധികാരികളായിട്ട് നായേഴ്സ് വരുന്നു. അതിനുശേഷം നായർ കണ്ടിന്യൂ ചെയ്തു. കേരളത്തിൽ ഒരു പ്രബലരായ വിഭാഗമായിട്ട് നായേഴ്സ് മാറി. അതിനുശേഷം നടക്കുന്നത് നായേഴ്സിന്റെ ശിഥിലീകരണമാണ് പിന്നെ നടക്കുന്നത്. നായർ ശിഥിലീകരിച്ചു, എന്തുകൊണ്ടോ കാരണങ്ങൾ കൊണ്ട് ശിഥിലീകരിച്ചു. അതിനുശേഷം പല പല വിഭാഗങ്ങളായി നായരിൽ തന്നെ, പിള്ള, നായർ, ഉണ്ണിത്താൻ, കുറുപ്പ്, അങ്ങനെ വിഭാഗങ്ങളായി. അപ്പം പതുക്കെ അത് അവരുടെ ആ ഒരു പ്രയോറിറ്റി താഴോട്ട് പോകാൻ നേരിട്ടാണ് 1914 മന്നത്താചാര്യൻ ഈ NSS രൂപീകരിക്കുകയും അവരെ എങ്ങനെ വീണ്ടും പഴയതുപോലെ പുനരുജ്ജീവിപ്പിക്കാം, അവർക്കൊരു പുതിയൊരു ആശയം കൊടുക്കുക, സർവീസ് കൊടുക്കുക, അങ്ങനെ പുതുതായിട്ട് അവരെ കൊണ്ടുവരുന്നത് ആ സമയത്താണ്. അപ്പം അതിനുശേഷമുള്ള അന്ന് തുടങ്ങിയത് നായർ സർവീസ് സൊസൈറ്റിയാണ്. നോട്ട് ജസ്റ്റ് നായർ സർവീസ് ആൻഡ് സൊസൈറ്റി നമ്മൾ മറന്നുപോകാൻ പാടില്ല. ബാക്കിയുള്ള NSSന്റെ ഡെവലപ്മെന്റ് ഒക്കെ നമുക്കറിയാം. NSS ഇപ്പം കേരളത്തിലെ ഒരു വലിയൊരു സംഘടനയാണ്. പക്ഷെ നമ്മുടെ NSS ഇൻ ദി UK കുറിച്ച് ഞാനെന്ന് പറഞ്ഞോട്ടെ. അപ്പം നമ്മുടെ UK-യില് മലയാളികൾ നായേഴ്സ് പല സമയത്തായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പൊ അതില് പല രീതിയിൽ പല ടൈപ്പ് സമയത്ത് വന്നവരുണ്ട്, പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരുണ്ട്, ഇന്ത്യയിൽ നിന്ന് വന്നവരുണ്ട്, മലേഷ്യ, സിംഗപ്പൂർ ഭാഗങ്ങളിൽ നിന്ന് വന്നവരുണ്ട്. അതിനുശേഷം മെഡിക്കൽ ഫീൽഡിൽ എത്തിയവരുണ്ട്. ഇപ്പൊ കുറെ നാളായിട്ട് IT സെക്ടറിൽ ആൾക്കാർ വരുന്നുണ്ട്. അപ്പൊ അതിനകത്ത് എന്റർപ്രനേഴ്സ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, എല്ലാ സമൂഹത്തിലെ എല്ലാ തൊഴിലുള്ളവരും ഉണ്ട്. അപ്പൊ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവരെയും ജനറലൈസ് ചെയ്ത് പറയല്ല, കുറച്ച് ആൾക്കാര് നമ്മുടെ സംസ്കാരം, നമ്മുടെ കൾച്ചർ മുമ്പോട്ട് കൊണ്ടുപോകാൻ ചെറുതായിട്ടൊന്ന് മിസ്സായി പോയോന്ന് ഒരു സംശയമുണ്ട്. അവരുടെ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഉദ്ദേശം സർവൈവൽ ആയിരുന്നു, എങ്ങനെ UK-യിൽ ജീവിക്കാന്നുള്ളതായിരുന്നു. ആ സമയത്ത് നമ്മുടെ കൾച്ചർ കൂടെ കൊണ്ടു നടക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രശ്നങ്ങളുണ്ടായി. ആ സമയത്തിൽ അതിനുശേഷം 2013 ഇതിനകത്ത് നമ്മുടെ കുറെ ഫൗണ്ടേഴ്സ് മെമ്പേഴ്സ് ഉണ്ട്. അവരെല്ലാം കൂടെ ചേർന്ന് നമുക്ക് എങ്ങനെ ഒത്തൊരുമിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് 2013 NSS UK ഇവിടെ തുടങ്ങുന്നത്. NSS UK തുടങ്ങുന്ന സമയത്ത് കുറെ ആശയങ്ങൾ അവർക്കുണ്ടായിരുന്നു, നല്ല നല്ല ആശയങ്ങൾ ഉണ്ടായിരുന്നു. ഞാൻ അതിലെ 1-2 വായിക്കുകയാണ്. NSS is the objective of NSS UK. Provide a non-political forum to bring togetherness people of community and strengthen the common bonding of culture, tradition, the way of life and heritage. പറയുന്നത് provide a forum to meet and discuss the religious and culture and the social need of the community. The religious, നമ്മുടെ ഹിന്ദു കൾച്ചറിനെ കുറിച്ചും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കലാ സംസ്കാരത്തെ കുറിച്ചും ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് വരിക. അങ്ങനെ കുറച്ച് ഒബ്ജക്റ്റീവ് ഉണ്ട്. ആ ഒബ്ജക്റ്റീവ്സ് ആണ് നമ്മുടെ NSS UK കൊണ്ട് നടക്കുന്നത്. അപ്പൊ ഇനി ഞാൻ കാര്യത്തിലോട്ട് വരാം. നമ്മുടെ കമ്മ്യൂണിറ്റി നിലയിൽ വരണമെങ്കിൽ നമുക്ക് കൾച്ചർ വേണം, കമ്മ്യൂണിറ്റി എല്ലാം ടുഗദറായിട്ട് കൊണ്ട് നടക്കണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ സ്പിരിച്വാലിറ്റി നമുക്ക് തിരിച്ചു കൊണ്ടുവരണം. നമുക്ക് നമ്മുടെ നെക്സ്റ്റ് ജനറേഷൻ നമുക്ക് എഡ്യൂക്കേറ്റ് ചെയ്യണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, നമ്മൾ പേരൻസ് എന്നുള്ള രീതിയിൽ നമുക്ക് കുറച്ച് കോൺട്രിബ്യൂഷൻ ചെയ്യണം. അപ്പൊ നമുക്ക് നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ നാട്ടിൽ പഠിച്ചു വന്ന കൾച്ചറും കാര്യങ്ങളും നമ്മുടെ അടുത്ത തലമുറയ്ക്കും കൂടെ നമ്മൾ പറഞ്ഞു കൊടുക്കണം.
അപ്പം അതാണ് NSS, what NSS can do it in 2024. We need to do some സത്സംഗങ്ങൾ നമുക്ക് ചെയ്യണം. നമുക്ക് ഭഗവത്ഗീതയോ അതുപോലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മലയാളമോ സംസ്കൃതമോ നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കണം. നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കാൻ നമുക്ക് ഇതേപോലെ രീതിയിൽ നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. കാര്യം അവര് ഇവിടെ ജനിച്ചു വളർന്നവരാണ്, ഇവർക്ക് എല്ലാം കൂടെ മനസ്സിലാവണമെന്നില്ല. നമ്മളതൊന്ന് മോൾഡ് ചെയ്യണം. നമ്മൾ മോൾഡ് ചെയ്തിട്ട് ആ ജനറേഷന് കൊടുക്കത്തക്ക വിധത്തിൽ വേണം നമ്മൾ അതിനെ കൊണ്ടുവരാൻ. അതിനു വേണ്ടിയിട്ട് ഒരു പാഠ്യപദ്ധതി 2024 നമ്മൾ കൊണ്ടുവരും. ആ കുട്ടികളെ പഠിപ്പിക്കാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട്. അപ്പൊ അതിനു വേണ്ടിയിട്ട് നമുക്ക് സത്സംഗങ്ങൾ നടത്തണം. ഈ എക്സ്കോമിന് ഒറ്റയ്ക്ക് പറ്റത്തില്ല, എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ നിങ്ങളിലുള്ളവർക്ക് ആർക്കെങ്കിലും സത്സംഗം നടത്താൻ കഴിവുള്ളവർ മുമ്പോട്ട് വരിക. അതല്ല നിങ്ങൾക്ക് പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ മുമ്പോട്ട് കൊണ്ടുവരിക. അതുപോലെ തന്നെ നമുക്ക് പഠിപ്പിക്കണം. നമ്മൾ പണ്ട് ചേച്ചിമാരൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ മലയാളം പഠിപ്പിക്കാനൊക്കെ. നമുക്കത് വീണ്ടും സ്റ്റാർട്ട് ചെയ്യണം. അപ്പം മലയാളം, സംസ്കൃതം, ഗീത അതൊക്കെ പഠിപ്പിക്കാൻ അറിയാവുന്നവർ മുമ്പോട്ട് വരിക. അതുപോലെ തന്നെ നെവർ പുഷ് ദി കിഡ്സ് ടു ദാറ്റ്. വി നീഡ് ദി സപ്പോർട്ട് ഫ്രം ദി പേരൻസ് ആസ് വെൽ. So we need volunteers. So we will be doing some survey, and based on that we should be able to do that in 2024. ആദ്യമായിട്ട് എനിക്ക് 2-3 സ്ലൈഡ് ഉണ്ട്. ആദ്യമായിട്ട് ഞാൻ മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷനെ കുറിച്ചാണ് സംസാരിക്കാൻ പോകുന്നത്. നമ്മുടെ കഴിഞ്ഞ 2023 മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ നമ്മൾ എന്തൊക്കെ ഇവന്റ്സുകൾ നടത്തി എന്നുള്ളത് ശരിക്കും പറയാം. ആദ്യമായിട്ട് വെബ്സൈറ്റ്. നമുക്കൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു NSS UK പണ്ടുതൊട്ടേ ഉള്ളൊരു വെബ്സൈറ്റ്. അത് വി ഫെൽറ്റ് ഇറ്റ് ഈസ് ക്വൈറ്റ് ഔട്ട്ഡേറ്റഡ്. ഇറ്റ് വാസ് എ ഗുഡ് വെബ്സൈറ്റ് വെൻ ഇറ്റ് വാസ് ഹോസ്റ്റഡ്. അത് കഴിഞ്ഞപ്പം വെബ്സൈറ്റ് ടെക്നോളജി വൈസ് ആയി കഴിഞ്ഞാലും ഇന്ററാക്ഷൻ വൈസ് ആയി കഴിഞ്ഞാലും വി തോട്ടാക്കി നമുക്ക് അതിനെ ഒന്ന് മോഡിഫൈ ചെയ്യണം. നമ്മൾ വീടൊക്കെ പെയിന്റ് ചെയ്ത് മോഡിഫൈ ചെയ്തല്ലേ, അതുപോലെ തന്നെ നമ്മുടെ വെബ്സൈറ്റും കൂടെ ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് എനിക്ക് തോന്നി. സോറി, എനിക്കല്ല, എക്സ്കോം ഡിസൈഡഡ്. ആൻഡ് അതിനുശേഷം നമ്മൾ കുറച്ച് നന്നായിട്ട് വെബ്സൈറ്റ് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാരെയൊക്കെ കണ്ടു. അതിൽ നല്ല ക്വാളിറ്റിയും അതുപോലെ തന്നെ പ്രൈസ് വൈസും നമുക്ക് ചേരുന്ന രീതിയിലുള്ള ഒരാളിനെ കണ്ടു. ആദ്യം നമ്മൾ അങ്ങനെ വെബ്സൈറ്റ് അങ്ങനെ റീഡിസൈൻ ചെയ്തു. പുതിയ വെബ്സൈറ്റ് നമുക്ക് കാണാം ഏകദേശം ഇതേ ലുക്ക് ആൻഡ് ഫീൽ ആണ്. കുറച്ച് ഇന്ററാക്റ്റീവ് ആണ്. കുറെ കൂടുതൽ ഇൻഫർമേഷൻസ് ഉണ്ട്. നമ്മുടെ ആക്ടിവിറ്റീസ്, ഇവന്റ്സിനെ കുറിച്ചും അല്ലാതെ പുതിയ പുതിയ അപ്ഡേറ്റുകളുണ്ട്. അതാണ് വെബ്സൈറ്റ്. വെബ്സൈറ്റിലെ ഒരു പ്രധാന ഹൈലൈറ്റ് എനിക്ക് പറയാനുള്ളത്, അതിനകത്ത് കുറെ ഇരിക്കുന്നവർക്ക് കാണാൻ പറ്റുമോന്ന് അറിയില്ല, ഒരു മാട്രിമോണി എന്ന് പറയുന്ന ഒരു ഫീച്ചർ ഉണ്ട്. ക്വൈറ്റ് ഇന്ററാക്റ്റീവ്. മാട്രിമോണി എന്ന് പറയുമ്പോൾ നമ്മൾ ആലോചിക്കണം, കുറെ നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു. വളരെ നല്ല നിർദ്ദേശങ്ങളാണ് വന്നിരുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ ഇനി ഉടനെ സംസാരിക്കുന്നുണ്ട്. മാട്രിമോണി നമ്മുടെ നായർ ആയിട്ടുള്ള കുട്ടികൾക്ക് ഇവിടെ വന്നിട്ട് ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ജനിച്ചു വളർന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു നായർ ബ്രൈഡ് ആയാലും ഗ്രൂം ആയാലും വേണമെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപകാരപ്പെടും എന്നാണ് എന്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങളിത് നോക്കുക, കാണുക, യൂട്ടിലൈസ് ചെയ്യുക. ഇപ്പം നമ്മുടെ കുട്ടികൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് അഡ്വർടൈസ് ചെയ്യണമെങ്കിൽ എന്നെയോ എക്സ്കോം മെമ്പേഴ്സിനെയോ ആരെങ്കിലും സമീപിച്ചാൽ മതി. നമുക്ക് അതിനകത്ത് ഒരു ആഡ് കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളോ ആരെങ്കിലും ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ഈ വെബ്സൈറ്റ് കാണാം. നമ്മൾ പുറത്തുള്ളവരെ ആഡ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടില്ല. ഇഫ് ദർ ആർ ലോട്ട് ഓഫ് റിക്വസ്റ്റ് വി ക്യാൻ ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട് ദാറ്റ്. റൈറ്റ് നൗ ഇറ്റ് ഈസ് ഓൺലി ഫോർ അവർ മെമ്പേഴ്സ് ആൻഡ് അവർ ഫാമിലി മെമ്പേഴ്സ്. സോ മേക്ക് യൂസ് ഓഫ് ദി മാട്രിമോണി സൈറ്റ്. പിന്നെ അത് ഓൾറെഡി കുറച്ച് ആൾക്കാർ അവരുടെ പോസ്റ്റിംഗ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ പോസ്റ്റിംഗ് ഒരാൾ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ NSSനെ കോൺടാക്ട് ചെയ്യേണ്ട. അതിനകത്ത് കോൺടാക്ട് ഡീറ്റെയിൽസ് ഉണ്ട്, നിങ്ങൾക്ക് നേരിട്ട് തന്നെ സംസാരിക്കാവുന്നതേ ഉള്ളൂ. അടുത്തതായിട്ട് വാട്സാപ്പ് ഗ്രൂപ്പ്. നേരത്തെ ഹരീഷ് സൂചിപ്പിച്ചിരുന്നു വാട്സാപ്പിനെ കുറിച്ച്. നമുക്ക് മുമ്പൊരു പഴയ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു. ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മുടെ മെമ്പേഴ്സും നോൺ മെമ്പേഴ്സും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് നോട്ട് ഓൺലി ദാറ്റ് ഇറ്റ് വാസ് നോട്ട് ഓപ്പൺ ടു ദി മെമ്പേഴ്സ്. ആൻഡ് നമ്മളൊരു പുതിയൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, ദാറ്റ് ഇസ് ഓപ്പൺ ടു എവരിബഡി. ആൻഡ് നമുക്കിപ്പോ 181 മെമ്പേഴ്സ് ഉണ്ട് ഇപ്പം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ. ദിസ് ഇസ് ദ മെയിൻ മോഡ് ഓഫ് അവർ കമ്മ്യൂണിക്കേഷൻ. ഇപ്പൊ നമ്മൾ കുറെ ഇന്ററാക്ഷനെ കുറിച്ച് പറഞ്ഞിരുന്നു. അപ്പൊ ഇന്ററാക്ഷനെ കുറിച്ച് തൽക്കാലം ഇപ്പോഴുള്ള നമ്മുടെ ഡെയിലി കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള ഒരു മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഒരു ഇത് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പാണ്. അപ്പോ വാട്സാപ്പ് ഗ്രൂപ്പ് യൂട്ടിലൈസ് ചെയ്യുക ഇൻ ദി റൈറ്റ് വേ. ഓക്കെ, ഐ വോണ്ട് സേ ഇൻ ദി റൈറ്റ് വേ. ഇപ്പം പല ആൾക്കാരും പറഞ്ഞു കരിയർ അഡ്വൈസിനെ കുറിച്ചൊക്കെ, അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ട് ചിന്തിക്കാം, നമുക്ക് പ്രവർത്തിക്കാം. പക്ഷെ ഇതിനകത്ത് വാട്സാപ്പ് ഗ്രൂപ്പിനകത്ത് എനിക്ക് കുറച്ച് പറയാനുള്ളത്, കുറച്ച്
ഡൂസ് ആൻഡ് ഡോൺസ് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിന്റെ ടോപ്പിൽ നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് വെറുതെ കിട്ടുന്ന ഫോർവേഡുകളെല്ലാം ഇടാനുള്ള ഒരു സ്ഥലമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഇഗ്നോർ ചെയ്യും ആ വാട്സാപ്പ് ഗ്രൂപ്പിനെ. പ്ലീസ് പോസ്റ്റ് ഓൺലി ദി യൂസ്ഫുൾ ഇൻഫർമേഷൻ ആൻഡ് ബാക്കിയുള്ളവരെ ആൾക്കാരെ ഹെർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഇൻഫർമേഷൻ ഇടാതിരിക്കുക. നമ്മുടെ നായർ കമ്മ്യൂണിറ്റിക്ക് ഉപകാരപ്പെടുന്നതും അതുപോയിട്ടുള്ള മാത്രം ഫോർവേഡുകൾ അയക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ മേക്ക് ഷുവർ ദാറ്റ് ടു മച്ച് ഓഫ് ഫോർവേഡ്സ് ആർ നോട്ട് ഗുഡ്. നമുക്ക് 100 വേറെ ഗ്രൂപ്പുകൾ ഉണ്ടായിരിക്കാം, ഈ സെയിം മെസ്സേജുകൾ പല ഗ്രൂപ്പുകളും വരുന്നുണ്ടായിരിക്കാം. ഷുഡ് ബി കെയർഫുൾ ആൻഡ് ബി വിജിലന്റ് വൈൽ സെൻഡിങ് ദീസ് മെസ്സേജസ്. അടുത്തതായിട്ട് നമ്മൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നമുക്ക് പല ഇവന്റുകളും നടന്നിട്ടുണ്ട്. പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഹൗ ക്യാൻ വി സി ഓൾ ദിസ്. ആൻഡ് നമ്മളൊരു നമ്മളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. കുറെ വീഡിയോസ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന വീഡിയോസിൽ നമ്മൾ അപ്ഡേറ്റ് ചെയ്യും, ഇവന്റ്സിലൊക്കെ വരും. സോ വാച്ച് ദാറ്റ് ആസ് വെൽ. ദി മീഡിയ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. യൂട്യൂബിന്റെ അഡ്രസ് നമ്മൾ ഗ്രൂപ്പിലിടാം. പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കിട്ടത്തില്ല. ഗ്രൂപ്പ് നമ്മുടെ മെയിൻ ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇത് ഇവിടെ അഡ്വർട്ടൈസ് പറഞ്ഞിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ. ഓക്കെ, മൂവിങ് ഓൺ. അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് മെമ്പർഷിപ്പിനെ കുറിച്ചാണ്. മെമ്പർഷിപ്പ് 2023 കഴിഞ്ഞ എക്സ്കോം നമ്മൾ തുടങ്ങിയ സമയത്ത് ആക്റ്റീവായിട്ടുള്ള മെമ്പേഴ്സ് അറൌണ്ട് 30 ആയിരുന്നു. അതായത് നിങ്ങൾക്ക് ഓൾഡ് മെമ്പേഴ്സിന് പലർക്കും അറിയാം, NSS UK 2013 തുടങ്ങിയപ്പം ഇഷ്ടംപോലെ മെമ്പേഴ്സ് ഉണ്ടായിരുന്നു. നമ്മൾ വി റീച്ച് മോർ ദാൻ 100. അതിനുശേഷം പല കാരണങ്ങളാൽ അത് കുറഞ്ഞു വന്നു. പ്രത്യേകിച്ച് കോവിഡ് ആയപ്പോഴത്തേക്ക് ആക്റ്റീവ് മെമ്പേഴ്സ് കുറഞ്ഞു വന്നു. ഇപ്പം 2022 എൻഡ് ആയപ്പോഴത്തേക്ക് ആക്റ്റീവായിട്ടുള്ള നമുക്ക് 30 പേരെ ഉണ്ടായിരുന്നു. Name the people if they can just do a bit of an introduction so that the AGM members know who are the new members who are coming in. ക്ഷീര സാ
वाले क्षीर सागर शयना नारी मणि की जीवनी चीनती नारी मणि की जीवनी चीनती नारी मणि की जीरली चीनती नारे मणि की जीरली चीनती नारे मणि की जीरली चीनती नदी नारे
മണി सागर शयना
తరిగిట తగరిన తదిదీత ఆనందం తలవని తలపుగ ఎదలను కలుపగ మొదలిక మొదలిక మళ్ళీ గీత గోవిందం. ఇంకేం కావాలే చాలే ఇది చాలే నీకై నువ్వే వచ్చి వాలాలే ఇకపై తిరనాళ్ళే. గుండెల్లోన వేగం పెంచావే గుమ్మంలోకి హోలీ తెచ్చావే నువ్వు పక్కనుంటే ఇంతేనేమోనే నాకొక్కో గంట ఒక్కో జన్మే మళ్ళీ పుట్టి చేస్తున్నాను. ఇంకేం కావాలే. சென்னை செந்தமிழ் மறந்தேன் உன்னாலே சென்னை செந்தமிழ் காதல் கதகளி காதல் கதகளி கண்களில் பார்க்கிறேன் காதல் கதகளி கண்களில் பார்க்கிறேன் திருவோணம் திருவிழா இதயத்தில் பார்க்கிறேன் வாக்கு மரங்களை கழுத்தில் பார்க்கிறேன் வாக்கு மரங்களை கழுத்தில் பார்க்கிறேன் பேசும் ரோஜா உதட்டில் பார்க்கிறேன் சென்னை செந்தமிழ் மறந்தேன் முன்னாலே சென்னை செந்தமிழ் முழுவதும் மறந்தேன் கேரள நாட்டு கிளியே நீ சொல்லு வசியம் வைத்தாயோ சென்னை செந்தமிழ் மறந்தேன் முன்னாலே. Tom tanana dhirena dhirena Tom tanana dhirena dhirena Tom tanana dhirena dhirena Tom tanana dhirena dhirena Udana dhim tadana dhim tadana dhirena Udana dhim tadana dhim tadana dhirena Dhim tanoda noda noda dhirena Dhim tanoda noda noda മനസ്സിൽ വിരുന മഴ പൊഴിയും അഴകിൽ ഒരു മയിലിനലസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം സ്വരകളികളിലൂടെ ശ്രുതിലയ സുഖമോടെ ഗന്ധർവ സംഗീതം മംഗളരാഗമുതിർന്നുണരുന്നു രാധേ നിൻ ശ്രീപാദം ചഞ്ചലമാകുന്നു മനസ്സിൽ മിഥുന മഴ പൊഴിയും അഴകിൽ ഒരു മയിലിനലസലാസ്യം ഹരിതപനിയിൽ ഒരു ഹരിണ യുവതിയുടെ പ്രണയ ഭരിതഭാവം സനി പമ മഗരി പമ Kanak, kanak, kan
मेरा झुमका उठा के लाया यार वे, जो गिरा था बरेली के बाजार में। मैं तो ठुमका लगा के शर्मा गई, बोली घूम कर बजा दे के मैं आ गई। मुझको लुटा के नाच ले, आजा नाच ले मेरे यार, तू नच ले झनक झनक झनकार। हो नच ले मेरे यार, तू नच ले, अब तो लुटा है बाजार। We are the sounds of the streets. आज मैं लेके जाऊंगा दिल तेरा, रोके कोई मुझे, टोके कोई मुझे, दूंगा उससे जहाँ से मिटा। मुकाबला लला, ओ लला, मुकाबला सुभान अल्लाह लला, ओ लला। నువ్వు అమ్మి అంటాంటే నీ పెళ్ళాన్నైపోయినట్టుందిరా సామి, నా సామి. నిన్ను స్వామి అంటాంటే నా పెనిమిటి లెక్క సక్కంగుందిరా సామి, నా సామి. నీ ఎనకే అడిగేస్తాంటే, నీ ఎనకే అడిగేస్తాంటే ఎంకన్న గోడి ఎక్కినట్టుందిరా సామి, రా సామి, నా సామి, నా సామి, రా సామి. బంగారు సామి, మీసాల సామి, రోషాల సామి. तेरी आंखों का साहिल, मैं तेरे दिल के ही काबिल, तू मुसाफिर मैं तेरी मंजिल। इश्क का दरिया है बहता, डूब जा तुझसे है कहता, आ मेरी बाहों में आके मिल। शराबी क्या शराबी, दिल में जिसके गम न हो, लुट गया समझो शराबी, पास जिसके हम न हो। ओ साकी साकी रे साकी साकी, आवाज रह न जाए कोई ख्वाहिश बाकी। ओ साकी साकी रे साकी साकी, आवाज रह न जाए कोई ख्वाहिश बाकी। और ആരാമേ ഒത്തു പിടിക്കുന്നതാരാമേ, തീയാടാൻ തിറയാടാൻ മാണിക്ക കാതിലുറഞ്ഞാടാൻ. ഓനാന്ന് എത്തു പിടിക്കണതോനാന്ന്, നേരാമേ കൂട്ടിന് വന്നവനാന്ന്. മണ്ണാന്ന് ഒന്ന് വിളയണ മണ്ണാന്ന്, പോയരും വന്നോരും ചോര പൊടിച്ചൊരു മണ്ണാന്ന്. അതിരെല്ലാം കെട്ടണ് അതിരെല്ലാം പട്ടണ് നിറ പറയണേ കണ്ടിര കണ്ടാരാ. അതിരെല്ലാം കെട്ടണ് അതിരെല്ലാം പട്ടണ് നിറ